KPCC പുനഃസംഘടനയിൽ പ്രതിഷേധവുമായി കെ മുരളീധരൻ. ഇന്ന് നടക്കുന്ന ശബരിമല വിശ്വാസ സംരക്ഷണ ജാഥയുടെ സമാപനത്തിൽ കെ മുരളീധരൻ പങ്കെടുക്കില്ല. കാസർഗോട്ട് നിന്നുള്ള മേഖലാ ജാഥയുടെ ക്യാപ്റ്റനാണ് കെ മുരളീധരൻ. 24 ബിഗ് ബ്രേക്കാണ് ഈ വാർത്ത. സലിം മാലിക് വിശദാംശങ്ങളുമായി. സലിം, ഒരേ ഒരാളുടെ പേരാണ് കെ മുരളീധരൻ നിർദ്ദേശിച്ചത്, ഹാരിസ്. ആ പേര് പരിഗണിച്ചില്ല എന്നുള്ളതിൽ വലിയ അതൃപ്തിയുണ്ട് കെ മുരളീധരൻ എന്ന വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ നൽകിയതാണ്. ഇതിന്റെ ജാഥയുടെ തുടക്കത്തിൽ കെ മുരളീധരൻ പങ്കെടുക്കുന്നതിന് ദൃശ്യങ്ങളും നമ്മൾ നൽകിയിരുന്നു. ഇപ്പോൾ മേഖലാ ജാഥ ക്യാപ്റ്റൻ സമാപന പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് പറയുമ്പോൾ കൃത്യമായ അതൃപ്തി അറിയിച്ചിരിക്കുകയാണ് കെ മുരളീധരൻ. അനുജ, തീർച്ചയായും രാഷ്ട്രീയമായി കോൺഗ്രസിന് ലാഭമുണ്ടാക്കാൻ കഴിയുമെന്നതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ ശബരിമല സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട 4 മേഖലാ ജാഥകൾ കോൺഗ്രസ് സംഘടിപ്പിച്ചത്. അത് ഇന്ന് പന്തളത്ത് വലിയ സമ്മേളനത്തോടുകൂടി സമാപിക്കുകയും ചെയ്യും. അതിലാണ് ഏറ്റവും അവസാന ദിവസം ഒരു വലിയ കല്ലുകടി ഉണ്ടാകുന്നത്. ആ മേഖലാ ജാഥയുടെ 4 മേഖലാ ജാഥകളുടെ ക്യാപ്റ്റന്മാരിൽ ഒരാൾ ആ മേഖലാ ജാഥയുടെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നില്ല. ആ സമാപന സമ്മേളനത്തിൽ നിന്ന് പങ്കെടുക്കാതെ വിട്ടുനിൽക്കുകയാണ് എന്നുള്ളതാണ്. അതൃപ്തി എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. കാരണം ഇന്നലെ വരെയും പത്തനംതിട്ടയിലുണ്ടായിരുന്ന കെ മുരളീധരൻ ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് അവിടെ നിന്ന് ഗുരുവായൂരിലേക്ക് പോയത്. ഔദ്യോഗികമായി നൽകുന്ന വിശദീകരണം ഇന്ന് 1-ാം തീയതിയാണ്, മലയാള മാസം 1-ാം തീയതിയാണ്. അതുകൊണ്ട് തന്നെ ഗുരുവായൂരിൽ ദർശനം നടത്തുകയും മറ്റു പരിപാടികളുമാണ് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ KPCCയുടെ പരിപാടി നേരത്തെ നിശ്ചയിച്ചതാണ്. ഒപ്പം തന്നെ ഒരു ജാഥ ക്യാപ്റ്റൻ അതിൻ്റെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട KPCC ഭാരവാഹി പട്ടികയിൽ നിന്നുള്ള തൻ്റെ പ്രതിനിധി ഒഴിവാക്കിയതിലുള്ള അതൃപ്തി തന്നെയാണ് കെ മുരളീധരൻ വ്യക്തമാക്കുന്നത്. നേതൃത്വത്തോടു കൂടിയുള്ള ഒരു നേരിട്ടുള്ള പോർമുഖം തുറക്കുക കൂടിയാണ്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഭാരവാഹി പട്ടിക പുറത്തു വന്നപ്പോൾ തന്നെ കെ മുരളീധരൻ കടുത്ത അതൃപ്തിയിലായിരുന്നു. പക്ഷേ മേഖലാ ജാഥ സമാപിക്കുന്നത് വരെ ഈ മേഖലാ ജാഥ നയിക്കുക എന്നുള്ള നിലപാട് തന്നെ സ്വീകരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇന്നലെ ചെങ്ങന്നൂരിൽ ആ ജാഥ സമാപിച്ചത്. അതിനുശേഷം ഇന്ന് UDFന്റെ നേതൃത്വത്തിലാണ് ഈ 4 ജാഥ ക്യാപ്റ്റന്മാരും ഒന്നിച്ച് ഒറ്റ ജാഥ എന്ന നിലയിൽ UDFന്റെ നേതൃത്വത്തിൽ ചെങ്ങന്നൂരിൽ നിന്ന് പന്തളത്തേക്ക് ജാഥ എന്നുള്ളതായിരുന്നു തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ ഇപ്പോൾ 4 മേഖലാ ജാഥകളിലെ ക്യാപ്റ്റന്മാരെ സ്വീകരിക്കുമ്പോൾ 3 ജാഥ ക്യാപ്റ്റന്മാർ മാത്രമേ ആ സമ്മേളനത്തിൽ സ്വീകരണം ഏറ്റുവാങ്ങാൻ ഉണ്ടാകൂ എന്നുള്ളതാണ്. അത് KM ഹാരിസിന്റെ പേരായിരുന്നു കെ മുരളീധരൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മുന്നോട്ട് വെച്ചത്. KM ഹാരിസിന്റെ പേര് പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല, കാലങ്ങളായി കെ മുരളീധരനൊപ്പമുള്ള കെ കരുണാകരന്റെ കാലത്ത് തന്നെ ഈ കെ കരുണാകരൻ പക്ഷമായി ഒപ്പം ഉണ്ടായിരുന്ന മരിയാപുരം ശ്രീകുമാർ കഴിഞ്ഞ പട്ടികയിലെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഈ ജനറൽ സെക്രട്ടറിമാരുടെ പട്ടികയിൽ നിന്ന് വളരെ കുറച്ച് പേരെ മാത്രമേ മുൻ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളൂ. അങ്ങനെ കെ മുരളീധരനൊപ്പം ഉണ്ടായിരുന്ന മരിയാപുരം ശ്രീകുമാറിനെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നു. ഒപ്പം KM ഹാരിസ് എന്ന പേര്, കെ മുരളീധരൻ മുന്നോട്ട് വെച്ച KM ഹാരിസ് എന്ന പേര് പരിഗണിക്കാതെ ഇരിക്കുന്നു. അങ്ങനെ പൂർണ്ണമായും അവഗണന നേരിട്ടു എന്നുള്ള നിലയിലാണ് കെ മുരളീധരൻ ഇപ്പോൾ അതൃപ്തിയുള്ളത്. അത് മാത്രമല്ല, ഒരേ ഒരു പേര് മാത്രമാണ് പറഞ്ഞത്. എന്നിട്ട് പോലും അത് പരിഗണിക്കാൻ തയ്യാറായില്ല എന്നുള്ള അതൃപ്തി നേതൃത്വത്തെ അറിയിക്കാനും കെ മുരളീധരൻ ശ്രമിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു വിട്ടുനിൽക്കൽ. 1-ാം തീയതി ആയതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ നടത്തുന്ന ദർശനം എന്ന് വിശദീകരിക്കുമെങ്കിൽ പോലും അത് കോൺഗ്രസ് നേതൃത്വത്തോടുള്ള വ്യക്തമായ ഒരു സൂചന തന്നെ കെ മുരളീധരൻ നൽകുകയാണ് എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഒരുപക്ഷെ മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചേക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഉയർന്നു വന്നപ്പോൾ കെ മുരളീധരൻ പറഞ്ഞൊരു പ്രസ്താവന ശ്രദ്ധേയമായിരുന്നു. ഭരണം തിരിച്ചുപിടിക്കാൻ എങ്ങനെയെങ്കിലും നോക്കുന്ന സമയമാണ്. അതിനിടയിൽ ഗ്രൂപ്പ് വഴക്കിന് പ്രസക്തിയില്ല എന്നുള്ള തരത്തിലായിരുന്നു. ആദ്യം ഭരണം കിട്ടട്ടെ പിന്നെയല്ലേ ഗ്രൂപ്പ് എന്നൊരു പ്രസ്താവന നടത്തിയ അതേ കെ മുരളീധരനാണ് ദിവസങ്ങൾക്ക് ശേഷം KPCCയുടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട അതൃപ്തി പരസ്യമാക്കുന്നത്. ഒരു പരിപാടിയിൽ, താൻ തന്നെ നയിച്ച പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. 4 മേഖലാ ജാഥകളിൽ കാസർഗോഡ് നിന്ന് വന്ന മേഖലാ ജാഥയുടെ ക്യാപ്റ്റനായിരുന്നു കെ മുരളീധരൻ. തൊട്ടപ്പുറത്ത് പാലക്കാട് നിന്ന് കൊടിക്കുന്നിൽ സുരേഷും, മൂവാറ്റുപുഴയിൽ നിന്ന് ബെന്നി ബെഹന്നാനും, തിരുവനന്തപുരത്ത് നടൂർ പ്രകാശുമായിരുന്നു ഈ ജാഥ ക്യാപ്റ്റന്മാരായി ഉണ്ടായിരുന്നത്. ഈ 3 ജാഥ ക്യാപ്റ്റന്മാരും ഇന്നത്തെ ഈ സമാപന ജാഥയിൽ UDF ആണ്. കഴിഞ്ഞ ദിവസം വരെയും കോൺഗ്രസ് നടത്തിയിരുന്ന ജാഥയാണ്. അതിൽ ഇന്ന് UDF എന്ന നിലയിലാണ് ജാഥ നടത്തുന്നത് ചെങ്ങന്നൂരിൽ നിന്ന് പന്തളത്തേക്ക്. അപ്പോൾ ഈ ജാഥയുടെ മുൻപന്തിയിൽ ഈ 3 ക്യാപ്റ്റന്മാരും ഉണ്ടാകും. അപ്പോഴാണ് കാസർഗോഡ് നിന്നുള്ള ജാഥയ്ക്ക് ക്യാപ്റ്റൻ ഇല്ലാതെ മുന്നോട്ട് പോകേണ്ടിയും ആ സമാപന സമ്മേളനത്തിലേക്ക് എത്തുകയും ചെയ്യേണ്ടി വരുന്നത്. അനുജ, ഇതിലിപ്പോൾ എങ്ങനെയാണ് ഈ നേതൃത്വം ഈ വിഷയത്തെ ഗൗരവത്തിൽ കാണാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? കെ മുരളീധരനെ പോലെയൊക്കെയുള്ള നേതാക്കൾ ഇതിൽ അതൃപ്തി പരസ്യമായി തന്നെ പ്രകടിപ്പിക്കുമ്പോൾ അത് പാർട്ടിക്ക് ദോഷകരമാണല്ലോ. അനുജ, ഉറപ്പായും പരമാവധി പ്രശ്നങ്ങൾ ഉണ്ടാകരുത്, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ പരമാവധി പ്രശ്നങ്ങൾ ഉണ്ടാകരുത് എന്നതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഒരു ജംബോ കമ്മിറ്റി 23 ജനറൽ സെക്രട്ടറിമാരിൽ നിന്ന് 59 ജനറൽ സെക്രട്ടറിമാരിലേക്ക് ഉയർത്തിയത്. 4 വൈസ് പ്രസിഡന്റുമാരിൽ നിന്നും 13 വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ എണ്ണം ഉയർത്തി ജംബോ കമ്മിറ്റി ആക്കിയത് തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എതിർപ്പുയരുത് എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ ആ നീക്കം പാളിയിരുന്നു. കെ മുരളീധരനും കെ സുധാകരനും ഒക്കെ അതുമായി ബന്ധപ്പെട്ട അതൃപ്തി ഉണ്ടായിരുന്നു. ചാണ്ടി ഉമ്മനും അതൃപ്തി ഉണ്ടായിരുന്നു. അങ്ങനെ ആ അതൃപ്തികളൊക്കെ പരിഹരിക്കാനുള്ള ശ്രമം നേതൃത്വം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്.
പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നത്തെ മേഖലാജാഥ സമാപിച്ചതിന് ശേഷം കെ മുരളീധരൻ, കെ സുധാകരൻ, ചാണ്ടി ഉമ്മൻ എന്നിവരുമായി നേതൃത്വം കൂടിയാലോചന നടത്താൻ ഇരിക്കുകയായിരുന്നു. അതിനിടയിലാണ് കെ മുരളീധരൻ അപ്രതീക്ഷിതമായി ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചത്. നേരത്തെ പാർട്ടിയെ ഈ പരിപാടി അറിയിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ സമാപന സമ്മേളനം ഉൾപ്പെടെ തീരുമാനിച്ചപ്പോൾ ഇത്തരത്തിലൊരു അസൗകര്യം അറിയിച്ചിരുന്നതല്ല. അതിനുശേഷമാണ് ഇപ്പോൾ 1-ാം തീയതി എന്ന പേര് പറഞ്ഞുകൊണ്ട് കെ മുരളീധരൻ അവിടെ നിന്ന് മാറുകയും ചെയ്യുന്നത്. സ്വാഭാവികമായും ഇനി നേതൃത്വവുമായി ഒരു കൂടിയാലോചനയ്ക്കും ചർച്ചയ്ക്കും കെ മുരളീധരൻ തയ്യാറാവുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും KPCC സെക്രട്ടറിമാരെയും KPCCയിലെ മറ്റംഗങ്ങളെയും ഇനിയും പ്രഖ്യാപിക്കേണ്ടതുണ്ട്. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ആ പട്ടിക കൂടി പുറത്തു വരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ അസംതൃപ്തരെ കൂടി പരിഗണിക്കുന്ന നിലയിൽ അവരുടെ ലിസ്റ്റ് കൂടുതൽ പേരെ ഉൾപ്പെടുത്താമെന്നതുൾപ്പെടെയുള്ള ഉറപ്പ് നൽകാനാണ് KPCC നേതൃത്വത്തിന്റെ തീരുമാനം. ചാണ്ടി ഉമ്മനോടും ആ നിലയിൽ തന്നെ സംസാരിക്കുകയും അർഹമായ പരിഗണന ഉറപ്പ് നൽകുകയും ചെയ്യുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. അതിന് പിന്നാലെ ചാണ്ടി ഉമ്മനുമായ ഒരു പ്രാഥമികമായ കൂടിക്കാഴ്ച നടത്തുകയും അതിന് പിന്നാലെ ചാണ്ടി ഉമ്മൻ ആ തീരുമാനത്തിൽ നിന്ന് എതിർപ്പിൽ നിന്ന് പുറകോട്ട് പോവുകയും പറഞ്ഞു. പാർട്ടിയാണ് തനിക്ക് വലുത് എന്ന പരസ്യമായ പ്രസ്താവനയും ചാണ്ടി ഉമ്മൻ നടത്തിയതാണ് കഴിഞ്ഞ ദിവസം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.